നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ണൂർ വീണ്ടും അശാന്തമായി. 7 പേരുടെ ജീവനാണ് രാഷ്ട്രീയ പകയിൽ ഒറ്റ വർഷത്തിനിടെ ജില്ലയിൽ മാത്രം പൊലിഞ്ഞത്. ഒട്ടൊരു ശാന്തത വന്നെങ്കിലും ഇനിയും കണ്ണൂരിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. 2008-ൽ 7 പേർ കൊല്ലപ്പെട്ട കൊലപാതക പരമ്പരയ്ക്ക് ശേഷം വീണ്ടും കണ്ണൂർ കുരുതിക്കളമായത് പോയ വർഷമാണ്. ൽ മാത്രം കണ്ണൂരിൽ രാഷ്ട്രീയ ചോരക്കളിക്കിരയായത് 7 പേരാണ്. ഫെബ്രുവരി 15-ന് പാപ്പനിശ്ശേരിയിൽ RSS പ്രവർത്തകൻ സുജിത്തിനെ രാത്രിയിൽ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വീട്ടുകാരുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്നതാണ് കണ്ണൂരിൽ ഈ വർഷത്തെ ആദ്യ കൊലപാതകം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾക്കിടെ CPM പ്രവർത്തകൻ ബോംബേറിൽ കൊല്ലപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയോജകമണ്ഡലത്തിൽ 48 മണിക്കൂറിനിടെ അരങ്ങേറിയത് 2 കൊലപാതകങ്ങൾ. ജൂലൈ 11-ന് CPM പ്രവർത്തകൻ ധനരാജനെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് പരസ്പരം കൊല്ലും കൊലയും തുടർന്നു. 4 മാസം നീണ്ടുനിന്ന കൊലപാതക പരമ്പരയിൽ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇരുവിഭാഗങ്ങളും പരസ്പരം കൊലവിളി തുടർന്നു. ഒടുവിൽ സമാധാനത്തിനായി വിവിധ കോണുകളിൽ നിന്ന് ശബ്ദമുയർന്നതോടെയാണ് കണ്ണൂർ ഒട്ടൊന്ന് ശാന്തമായത്. മതം മാറിയതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാണ് തിരൂർ കൊടിഞ്ഞിയിലെ ഫൈസൽ. സഹോദരിയുടെ ഭർത്താവടക്കമുള്ള സംഘം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊല നാടിനെ നടുക്കിക്കളഞ്ഞു. ഇക്കഴിഞ്ഞ നവംബർ 19-ന് മലപ്പുറം തിരൂരങ്ങാടിയിലെ കൊടിഞ്ഞി ഗ്രാമം ഉണർന്നെണീറ്റത് ദാരുണമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ്. റോഡരികിൽ വെട്ടേറ്റ് ചോര വാർന്നു കിടന്ന മൃതദേഹം വഴിപോക്കരാണ് ആദ്യം കണ്ടത്. ഉത്സാഹിയായ ചെറുപ്പക്കാരനെ അറിയാത്തവർ ആ നാട്ടിൽ അധികമാരുമില്ലാത്തതുകൊണ്ട് ആളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരത്തു നിന്നും ട്രെയിനിലെത്തുന്ന ഭാര്യാപിതാവിനെയും അമ്മയെയും കൂട്ടാൻ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുലർച്ചെ ഓട്ടോറിക്ഷയുമെടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഫൈസൽ. കൊലപാതക വാർത്തയറിഞ്ഞ് ഉറ്റവരും അയൽവാസികളും ഞെട്ടിത്തരിച്ചു. പഴുതടച്ചുള്ള അന്വേഷണത്തിൽ നരാധമന്മാർ ഓരോരുത്തരായി കുടുങ്ങി. 8 മാസം മുമ്പ് കൊടിഞ്ഞി സ്വദേശി അനിൽകുമാർ മതം മാറി ഫൈസൽ എന്ന പേര് സ്വീകരിച്ചതോടെ തന്നെ അണിയറയിൽ ആ ചെറുപ്പക്കാരനെ വകവരുത്താനുള്ള ആസൂത്രണങ്ങളും ആരംഭിച്ചിരുന്നു. 3 വർഷം മുമ്പാണ് നിർധന കുടുംബാംഗമായ അനിൽകുമാർ ജീവിതമാർഗം തേടി സൗദിയിലേക്ക് വിമാനം കയറിയത്. ഇസ്ലാം മതത്തിൽ ആകൃഷ്ടനായ അനിൽകുമാർ സൗദിയിൽ വെച്ച് തന്നെ മതത്തെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അവിടെ വെച്ച് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. വീട്ടിൽ അമ്മയോടും ഭാര്യയോടും അനുവാദം വാങ്ങിയ ശേഷമായിരുന്നു മതപരിവർത്തനം. ഇരുവരും ഇഷ്ടമറിയിക്കുകയും ചെയ്തു. അനിൽ മതം മാറി ഫൈസലായതോടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ് വിനോദടക്കം പ്രതിഷേധമറിയിച്ചു. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കി. ഭാര്യയെയും സഹോദരിയെയും വഴിയിൽ തടഞ്ഞു നിർത്തി നാട്ടുകാരിൽ ചിലരും ഭീഷണി തുടങ്ങി. ഇതിനിടയിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് അവസാനത്തോടെ ഫൈസൽ 3 മാസത്തെ അവധിക്ക് നാട്ടിലെത്തിയത്. ഈ വരവിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഭാര്യയും മക്കളും ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതോടെ ഫൈസലിന്റെ ജീവിതത്തിന് പൂർണ്ണവിരാമമിടാൻ അണിയറയിൽ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ നവംബർ 19-ന് പുലർച്ചെ കൊടിഞ്ഞിയിൽ വെച്ച് ഫൈസൽ വെട്ടേറ്റു മരിച്ചു. പിറ്റേന്ന് സൗദിയിലേക്ക് പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് ഇരുളിന്റെ മറവിൽ പതിയിരുന്ന കൊലയാളികൾ ആ യുവാവിന് നിർദ്ദയം വധശിക്ഷ വിധിച്ചത്. സഹോദരി ഭർത്താവ് വിനോദടക്കമുള്ളവരാണ് ഫൈസലിനെ കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത്. ഫൈസൽ കൂടുതൽ ആളുകളെ മതം മാറ്റുമെന്ന് കരുതിയാണ് ജീവനെടുക്കാൻ തീരുമാനിച്ചത്. സ്ഥലത്തെ RSS പ്രവർത്തകരാണ് കൊലപാതകത്തിന് മുൻകൈയെടുത്തത്. മകന്റെ വെടിയേറ്റ് ദാരുണമായി കൊല്ലപ്പെട്ട പിതാവ്. സ്വത്തിനു വേണ്ടിയായിരുന്നു പ്രവാസിയായ ചെങ്ങന്നൂർ സ്വദേശി ജോയി ജോണിനെ മകൻ ഷെറിൻ കൊലപ്പെടുത്തിയത്. അമേരിക്കൻ പൗരത്വമുള്ള വ്യവസായി ചെങ്ങന്നൂർ സ്വദേശി ജോയ് വി ജോണിന്റെ കൊലപാതകം നാടിനെ നടുക്കി. കഴിഞ്ഞ മെയിലാണ് സ്വന്തം മകന്റെ കൈകൊണ്ട് ജോയ് കൊല്ലപ്പെട്ടത്. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് മകൻ ഷെറിനെ ഈ കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കുകയായിരുന്നു.
സമർത്ഥമായി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസിന്റെ കൃത്യമായ അന്വേഷണമാണ് പ്രതിയെ കണ്ടെത്താൻ സഹായകമായത്. പിതാവിനെ വെടിവെച്ചു കൊന്ന മകൻ പിന്നീട് കുറ്റം സമ്മതിച്ചു. ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്ത് ഭാര്യയും ഭർത്താവും കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ദുരൂഹത ഇനിയും ഒഴിഞ്ഞിട്ടില്ല. ഒരു മാസം കഴിഞ്ഞിട്ടും കേസിൽ ഒരു തുമ്പ് പോലുമില്ലാതെ പോലീസ് വട്ടം ചുറ്റുകയാണ്. കഴിഞ്ഞ നവംബറിലാണ് ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറത്ത് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം. കണ്ണക്കുറിശി ചീരപ്പത്ത് ഗോപാലകൃഷ്ണനെയും ഭാര്യ തങ്കമണിയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊലപാതകം എന്ന് വ്യക്തമായ സംഭവത്തിൽ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് കരുതുന്നത്. എന്നാൽ പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവാഹേതര ബന്ധം കാമുകിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവമാണ് തലയോലപ്പറമ്പിലെ സുകന്യാവധം. സൂരജ് എന്ന യുവാവ് കാമുകിയായ സുകന്യയെ കൊന്ന് പാറമടയിൽ തള്ളുകയായിരുന്നു. വിവാഹേതര ബന്ധം ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചതാണ് തലയോലപ്പറമ്പ് സുകന്യാവധം. കഴിഞ്ഞ ഒക്ടോബറിലാണ് കാമുകൻ സൂരജ് സ്വകാര്യ ആശുപത്രിയിലെ റിസപ്ഷനിസ്റ്റായ സുകന്യയെ കൊന്ന് പാറമടയിൽ തള്ളിയത്. ഗർഭഛിദ്രത്തിനുള്ള ഗുളിക ബലമായി കഴിപ്പിച്ച ശേഷമായിരുന്നു കൊലപാതകം. വിവാഹിതനായ സൂരജ് പിന്നീട് സുകന്യയുമായി പ്രണയത്തിലാവുകയായിരുന്നു. ഈ ബന്ധമാണ് അന്വേഷണത്തിൽ പോലീസിന് നിർണായകമായത്. സുകന്യയുടെ തിരോധാനം സംബന്ധിച്ച പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് സൂരജിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ കോടതി റദ്ദു ചെയ്തു. ഏറെക്കാലം പോലീസിനെ വട്ടം ചുറ്റിച്ച് പിടിയിലായ ആന്റണിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 2016 കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി കേരളം കൗതുകത്തോടെ കേട്ടിരുന്നു. കുപ്രസിദ്ധ മോഷ്ടാവും പോലീസുകാരൻ മണിയമ്പിള്ളയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുമായ ആന്റണിയെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 3 വർഷം കേരള പോലീസിനെ വട്ടം ചുറ്റിച്ച ആന്റണി അങ്ങനെ അഴിക്കുള്ളിലായി. 2012 ജൂൺ പുലർച്ചെയാണ് ആന്റണി വാഹന പരിശോധനയിലേർപ്പെട്ട പോലീസുകാരെ ആക്രമിച്ചത്. ആന്റണിയുടെ കുത്തുകൊണ്ട പോലീസുകാരൻ മണിയമ്പിള്ള കൊല്ലപ്പെട്ടു. കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നും അന്ന് രക്ഷപ്പെട്ട ആന്റണി ഒളിവിൽ പോയി. ആന്റണിയെ തിരക്കി പോലീസ് രാജ്യം മുഴുവൻ കറങ്ങി. ഈ സമയമെല്ലാം വേഷപ്രച്ഛന്നനായി ആന്റണി തന്റെ സ്ഥിരം തൊഴിലായ മോഷണവും വിവാഹവുമൊക്കെയായി കറങ്ങി നടക്കുകയായിരുന്നു. വിവാഹത്തോടുള്ള അമിത താൽപര്യം തന്നെയാണ് ഒടുവിൽ ആടിനെ കുടുക്കിയതും. ഉപേക്ഷിച്ച ഭാര്യയിലൂടെ പോലീസ് ആന്റണിയിലെത്തി. തമിഴ്നാട്ടിൽ നിന്ന് രായ്ക്കുരാമാനം ആന്റണിയെ പൊക്കി. മികവുറ്റ അന്വേഷണത്തിനൊടുവിൽ അപകടകാരിയായ ഒരു ക്രിമിനലിനെ നിയമത്തിനു മുന്നിലെത്തിക്കാൻ പോലീസിന് കഴിഞ്ഞു. ജീവപര്യന്തം തടവും 4.25 ലക്ഷം രൂപ പിഴയും കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചതോടെ കേരള പോലീസിന് ഒരു പൊൻതൂവലായി മാറി ആന്റണിയുടെ അറസ്റ്റ്. എന്നാൽ സമൂഹത്തെ ഏറെ നൊമ്പരപ്പെടുത്തിയ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. അപ്രതീക്ഷിത വിധിയിൽ സർക്കാരും പൊതുസമൂഹവും ഒരുപോലെ പകച്ചു. പ്രോസിക്യൂഷന്റെ പാകപ്പിഴയെന്ന് ആരോപണങ്ങൾ ഉയർന്നു. വിധി പുനഃപരിശോധിക്കാനുള്ള ഹർജിയും തള്ളപ്പെട്ടതോടെ സൗമ്യയുടെ അമ്മയ്ക്കൊപ്പം കേരള സമൂഹവും വിതുമ്പി.